ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചേട്ടായുടെ അമ്മാവൻ്റെ മോളുടെ മാരേജ് വരുവാണ്. അതിനുള്ള ചരക്കെടുക്ക കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. വലിയൊരു ഷോപ്പാണ് കേട്ടോ, സൂര്യ. അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ചരക്കെടുക്ക ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം മന്ത്രകോടി എടുക്കുകയാണ്. എല്ലാവരും മന്ത്രകോടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെക്കൻ്റെ പെങ്ങളാണ് ഇരിക്കുന്നത്. സാരി പിടിക്കുന്ന ആളാണ് നമ്മുടെ ബ്രൈഡ്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ചെക്കൻ്റെ അമ്മ. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സാരികൾ ഇങ്ങനെ പറയുന്നു, നോക്കുന്നു, എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ടീഷർട്ട് ഇട്ട് വെക്കുന്ന കേട്ടോ ചെറുക്കൻ. ഓരോരോ സാരികളൊക്കെ എടുത്തിരുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവരിത് സാധനങ്ങളൊക്കെ എടുത്തിടുന്നത്. നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് കേട്ടോ. ഒരുപാട് പൈസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ രണ്ട് ചേച്ചിമാർ കൂടിയിട്ട് അവിടെ സാരിയൊക്കെ ഉടുപ്പിച്ച് നോക്കുവാണ് ഏത് സാരിയാണ് ചേരുന്നതെന്നൊക്കെ. ഒരുപാട് സാരികളൊന്നും എടുത്തിട്ടില്ല, 2 സാരി ആണ് ഉടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉടുത്തപ്പം എല്ലാവർക്കും വലിയ താല്പര്യം തോന്നിയില്ല. മറ്റേ സാരിയാണ് ഒന്നുകൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മറ്റേ സാരി ഞങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അത് ചെന്ത് കെട്ടുമോ എന്താ സംഭവമില്ലേ, അത് കെട്ടുവാണ്. പിന്നെ ചെക്കന് വേണ്ടിയിട്ടുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. വലിയ ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റുന്നതാണ്. ഈ ഷോപ്പ് വരുന്നത് തിരുവമ്പാടിയിലാണ്, കോഴിക്കോട് തിരുവമ്പാടിയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത്. ചെക്കൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മൊത്തത്തിൽ അവളെ ഇപ്പം ഞാൻ ട്രാപ്പ് ചെയ്തതാണ്. ജസ്റ്റ് അവളെ ഫേസ് കാണിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് സംസാരിച്ചോളൂ കേട്ടോ. അപ്പോൾ തിരിഞ്ഞു. പിന്നെ നമ്മുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനിൽ ആങ്കറിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് വന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുമില്ല. പറയുന്നതൊന്നും സൗണ്ട് ഇല്ലാതെ ഞാൻ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെക്കനെയും പെണ്ണിനെ ക്ഷണിച്ച് അവരുടെ വീട്ടുകാരെയും 2 സൈഡിലെയും വീട്ടുകാരെയൊക്കെ ക്ഷണിച്ച് തിരിതെളിയിക്കലും കേക്ക് മുറിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്തത് നമ്മൾ അടുത്ത വീഡിയോയിൽ മധുരം വെപ്പ് ചടങ്ങാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാരേജിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പം ഞാൻ അവരോട് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവർക്ക് പറയാൻ മടിയായിരുന്നു. അങ്ങനെ എന്താ പിന്നെ ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പെണ്ണിനെയും ചെക്കനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവൾ നേഴ്സാണ്. അതുപോലെ തന്നെ ചെക്കൻ അക്കൗണ്ടൻ്റായിട്ട് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഇത് നമ്മുടെ ആൻറ്റിയും അമ്മാവനുമാണ് കേട്ടോ. പിന്നെ വരുന്നത് 2 സിസ്റ്റേഴ്സാണ്. ഇത് മൂത്ത മോളുടെ മോനാണ്. ഒരാൾ മൂത്ത, ഒരാൾ ഇളയതുമാണ് കേട്ടോ. മൂത്തയാളുടെ ഹസ്ബൻഡാണ് അടുത്ത് നിൽക്കുന്നത്. എല്ലാവരും ഡ്രസ് കോഡിലൊക്കെയാണ് വന്നത്. ഞാനവിടെ സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിള്ളേർ 2 സ്റ്റേജിൽ നിന്ന് പോയിട്ടില്ല. 2 ആളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മോളെ അവർ കൈപിടിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ മോളൊരു പാട്ടൊക്കെ പാടി. അവസാനം ഞാനും ഒരു പാട്ടൊക്കെ പാടി. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയും കൂടി പോയി. ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. നമ്മൾ ഇത് ചെക്കൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സിസ്റ്ററുമാണ്. ഫുൾ
വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നില്ല, കാരണം നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ഇട്ടിട്ടും കാര്യമില്ല. കൂടുതൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനും ഒരു സുഖമില്ലായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാനാണെന്ന് തന്നെ ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അനുവിനും അഖിലിനും നല്ല ഒരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.